പ്രിയ സഹോദരങ്ങളെ, ദുഃഖത്തിന്റെ ഒന്നാം ദിവ്യരഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ഈശോ, നമ്മുടെ കർത്താവായ ഈശോ പൂങ്കാവനത്തിൽ വെച്ച് രക്തം വിയർത്ത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ഈശോ പൂങ്കാവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പാപങ്ങളുടെ അബ്സോർപ്ഷൻ ഈശോയുടെ ശരീരത്തിലേക്ക് ഈശോ ഏറ്റെടുക്കാൻ തുടങ്ങുകയാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുക്കുന്ന കാര്യം, ആ വലിയ ദൗത്യം പിതാവാം ദൈവത്തിനാൽ പുത്രനാം ദൈവത്തിന് നൽകപ്പെട്ടിരിക്കുകയാണ്. പൂങ്കാവനത്തിൽ വെച്ച് രക്തം വിയർത്തുകൊണ്ട് ഓർക്കണം, നമ്മള് ശരീരത്തിൽ നിന്ന് വേർപ്പ് പുറത്തോട്ട് പോകുന്നത് പോലെ ഈശോയുടെ ശരീരത്തിൽ നിന്ന് രക്തം വിയർപ്പായിട്ട് പുറത്തോട്ട് കടന്നു വരികയാണ്. ഇതൊരു വ്യക്തിപരമായ തിരിച്ചറിവിന്റെ നിമിഷം കൂടിയാകണം പ്രിയ സഹോദരങ്ങളെ. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈശോ ഇത് ചെയ്തത്. ഈശോയിൽ നിന്ന് ആ രക്തം വിയർപ്പായി പുറത്തേക്ക് വന്നത് എന്ന തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന നിമിഷം സ്വർഗം ആനന്ദിക്കുകയാണ്. 2 Corinthians 5:20 പറയാം, ദൈവം പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. നമ്മുടെ പാപങ്ങളെ മുഴുവനും ഈശോയുടെ ശരീരത്തിലേക്ക് വലിച്ചെടുത്തു. എന്തിനു വേണ്ടിയാ? നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് ഈശോ മിശിഹ കുരിശിൽ കടന്നുകൊണ്ട് പരിശുദ്ധ കുർബാനയായി തീരുന്ന നിമിഷം, പറഞ്ഞ നിമിഷം, പ്രിയ സഹോദരങ്ങളെ, ആ നിമിഷം നമ്മൾ ഓരോരുത്തരുടെയും പാപത്തിന്റെ കറകളെ, പാപത്തിന്റെ ആ മാലിന്യങ്ങളെ മുഴുവനും സ്വന്തം ശരീരത്തിലേക്ക് അവൻ വലിച്ചെടുത്തിരുന്നു. ഇന്ന് ഈശോ പൂങ്കാവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ച നിമിഷത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. എത്രമാത്രം കഠിനമായ ദുസ്സഹമായ വേദന, നാം ഓരോരുത്തരുടെയും പാപത്തിന്റെ, മ്ലേച്ഛതയുടെ, മാലിന്യങ്ങളുടെ ശിക്ഷ മുഴുവനും അവൻ ഏറ്റെടുക്കുവാൻ തയ്യാറാകുകയാണ്. ആ പൂങ്കാവനത്തിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് രക്തം വിയർത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ യാത്ര, ആ കുരിശുമരം ചുമന്നുകൊണ്ട് കാൽവരി മകലമുകളിലേക്കുള്ള യാത്ര കണ്ടുകൊണ്ട് ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എത്ര മാത്രമാണ് അവന് നിന്നോടും എന്നോടുമുള്ള സ്നേഹം. ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആ സ്നേഹമാണ്. നിനക്ക് വേണ്ടി തുടിക്കുന്ന ഒരു തിരുഹൃദയമുണ്ട്. നിനക്ക് വേണ്ടി രക്തം വിയർത്ത ഒരു ഈശോയുണ്ട്. നിനക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത ഒരു കർത്താവുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ, അവൻ നിന്നെ മനസ്സിലാക്കുന്നത് പോലെ, അവൻ നിന്നെ ഉൾക്കൊള്ളുന്നത് പോലെ മറ്റാരും നിന്നെ മനസ്സിലാക്കുന്നില്ല. ഈ ഈശോയ്ക്ക് നിന്നോടുള്ള സ്നേഹം അനിയന്ത്രിതമാണ്. നിനക്ക് വേണ്ടി രക്തം വിയർത്തുകൊണ്ട് അവൻ ദൈവപിതാവിന്റെ സന്നിധിയിൽ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പായി പൂങ്കാവനത്തിൽ ഇരുന്നു കൊണ്ട് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈശോയുടെ ഈ കരുണയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരാം. പ്രിയ സഹോദരങ്ങൾ, ഇന്നേ ദിവസം ദൈവകരുണയുടെ പ്രവാചകിയായി സ്വർഗം നിയോഗിച്ച വിശുദ്ധ ഫൗസ്റ്റിനായോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫൗസ്റ്റിന തിരിച്ചറിഞ്ഞ ഈശോയുടെ കരുണയുടെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി സ്വന്തം ജീവനെ മറുവിലയായി നൽകി എന്നെ വീണ്ടെടുത്ത, ദൈവത്തിന്റെ മകനായി മകളായി എന്നെ ദത്തെടുത്ത, സ്വന്തം രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച ആ ഈശോയുടെ അനിയന്ത്രിതമായ സ്നേഹത്തിന്റെ മുൻപിൽ ഇതാ ഞാൻ മുട്ടുമടക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ സ്നേഹത്തെ നമുക്ക് പുൽകാം. ഈശോ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പൂങ്കാവനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി രക്തം വിയർത്ത ഈശോയുടെ ആ പീഡാസഹനത്തെ നമുക്ക് ധ്യാനിക്കാം. ആവേ